ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്കിന്നിന് നല്ലൊരു റേഡിയൻസ് ഒക്കെ കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. ഷീക്ക് ന്യൂട്രിക്സാൻ്റെ അതായത് 20 എഫോവേഴ്സൻ ടാബ്ലറ്റ്സ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ഒന്ന് വെളുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ്, ഇൻസ്റ്റൻറ്റ് ഗ്ലോ, റേഡിയൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് മാത്രമല്ല ഇത്, അതായത് ഇതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ സി കൂടെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. അത് കൂടാണ്ട് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ഒക്കെ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമെന്ന്. സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് ഓർത്ത് ആരും പേടിക്കേണ്ട. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് കഴിക്കേണ്ടത്, ബിഫോർ ഫുഡാണോ ആഫ്റ്റർ ഫുഡാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ, പെട്ടെന്ന് മീൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് ടൈം എടുക്കും. നമുക്ക് പെട്ടെന്ന് ഹറിബറി ആയിട്ട് മേക്കപ്പ് ഇടുന്ന പോലത്തെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ അല്ല, ശാശ്വതമായ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റും പെർഫെക്റ്റ് സൊല്യൂഷനാണ് ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്. അപ്പോൾ ഇതിൽ 20 ടാബ്ലറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് ചേഞ്ചസ് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവുന്നത് നോക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ 8 വീക്സ് എടുത്താലാണ് നമുക്ക് എക്സാക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഒരു 4 to 6 വീക്കൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് നല്ലൊരു ചേഞ്ച് നമുക്ക് ഫീൽ ആവും. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് കൺസ്യൂം ചെയ്യേണ്ട രീതി ഭയങ്കര ഈസിയാണ്. അതായത് നമ്മൾ ദിവസേന ഒരു ടാബ്ലറ്റ് വീതമാണ് കഴിക്കേണ്ടത്. അത് നമുക്ക് ബിഫോർ ഫുഡല്ല, ആഫ്റ്റർ ഫുഡ് ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണെങ്കിൽ പ്രോപ്പറായിട്ട് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന പോകുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഒരു ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിച്ചിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ എന്താ പറയുക നൈറ്റൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഒരു റുട്ടീൻ വൈസിൽ പ്രോപ്പറായിട്ട് ഒരു ടൈം ടേബിൾ കീപ്പപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബിഫോർ ഫുഡല്ല ആഫ്റ്റർ ഫുഡ് ആ കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതുപോലത്തെ ഒരു ക്യാപ്പ് ബേസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 20 എഫോവേഴ്സൻ ടാബ്ലറ്റ്സ് ആണ്. ഫ്ലേവർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രോബെറി ആൻഡ് ലെമണിൻ്റെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബ്ലറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റിൻ്റെ രൂപേണ ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. എക്സാക്ട്ലി നമുക്കൊരു സോഡ കുടിച്ച ഒരു ഫീലാണ് ഇത് കുടിക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോബെറിയുടെ ഒക്കെ ആ ഒരു എന്താ പറയുക ഫ്ലേവർ എന്ന് പറയുന്നത് നന്നായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഈസിയാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഭയങ്കര ഈസിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പോപ്പ്, ഫ്രിസ് ആൻഡ് ചിയേഴ്സ്, ഇതാണ് ഇതിൻ്റെ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു എഫോവേഴ്സൻ ടാബ്ലറ്റ് ഫുള്ളി ആ ഒരു വാട്ടറിൽ ഡൈലൂട്ട് ആയി കഴിയുമ്പോൾ, അതായത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ട് മാത്രമേ നിങ്ങൾ കുടിക്കാൻ പാടുള്ളൂ. ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ ഫ്രിസ്സായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രോപ്പറായിട്ട് ഫുള്ളി കംപ്ലീറ്റ്ലി ഡൈലൂട്ട് ആവണം. അതിന് ശേഷം മാത്രം കഴിക്കുക കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അല്ലാണ്ട് പാതി വഴിക്ക് നമ്മളങ്ങനെ കഴിക്കാൻ പാടില്ല. ജസ്റ്റ് കുറച്ച് മിനിറ്റിനുള്ളിൽ തന്നെ പ്രോപ്പറായിട്ട് അത് ഫുള്ളി ഡൈലൂട്ടായി കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു 4 to 6 വീക്കൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട്, അതായത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് ചേഞ്ചസ് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് കുറച്ചൊരു ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. സ്കിന്നിന് ആ ഒരു ഡിഫറൻസ് നമുക്ക് നല്ലോണം ചേഞ്ചസ് ഒക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിതിപ്പം സെക്കൻഡ് ടൈമാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബോട്ടിൽ ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി കഴിക്കണം, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഈ ഒരു 20 എഫോവേഴ്സൻ ടാബ്ലറ്റ്സ് നമ്മൾ എങ്ങനെയാണ് കൺസ്യൂം ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഭയങ്കര ഈസിയാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കൺസ്യൂം ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഡെയിലി 1 വീതം കഴിക്കുക. ഒരിക്കലും ആ ഒരു നമ്പർ നിങ്ങൾ എക്സീഡ് ചെയ്യരുത് കേട്ടോ. ഒരെണ്ണം വെച്ചാൽ ഒരു ടാബ്ലറ്റ് മാത്രം കഴിക്കുക. അതുപോലെ തന്നെ ഫുള്ളി ഡൈലൂട്ട് ആയതിനു ശേഷം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ അനുഭവപ്പെടുന്നതാണ്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസീസസ്, അതായത് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, പ്രഗ്നൻസി ആയിട്ടുള്ള ആൾക്കാർ, അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ അവരും ജസ്റ്റ് ആ ഒരു ടൈമിൽ കഴിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ശരിക്കും അതിൻ്റെ ഡീറ്റെയിൽ വൈസ് ഡോക്ടറിനോട് ചോദിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ
കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കേണ്ടതാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യാം. പിന്നെ ഇത് ബോത്ത് മെൻ ആൻഡ് വുമന് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്, യൂണിസെക്സ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ബാക്കി പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എക്സാക്റ്റ് ഡീറ്റെയിൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക വിധേന ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മടിക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ജസ്റ്റ് നിങ്ങൾ സംശയങ്ങൾ മാത്രം കമൻറ്റിലൂടെ പറഞ്ഞാൽ പോരാ, എനിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ ഒരു പോരായ്മ കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്തോട്ടെ. എങ്കിൽ മാത്രമല്ല നെക്സ്റ്റ് വീഡിയോയിൽ എനിക്കൊരു ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ. ഗ്ലൂത്താഥയോൺ ടാബ്ലറ്റ് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യേണ്ടത് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വീഡിയോ സഹിതം കാണിക്കുന്നത് കേട്ടോ. ആ ഒരു ആപ്ലിക്കേഷൻ എക്സാക്ട്ലി നിങ്ങൾ മനസ്സിലാക്കണമല്ലോ. ജസ്റ്റ് നമ്മൾ 1 ഗ്ലാസ് വാട്ടർ എടുക്കുക, അതിലേക്ക് നമ്മുടെ ടാബ്ലറ്റ്, അതായത് അറ്റ് എ ടൈം, അതായത് നമ്മൾ ഒരു ദിവസത്തിൽ ഒന്ന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ആ ഒരു ടാബ്ലറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് ഫ്രിസായി വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി വാട്ടറിൽ ആ ഒരു ടാബ്ലറ്റ് ഡയലൂട്ട് ആയതിനു ശേഷം മാത്രം കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ടേസ്റ്റ് വൈസ് ഒക്കെ ഞാൻ പറഞ്ഞു, സ്ട്രോബെറി വിത്ത് വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തായിട്ട് വരുന്നത് ലെമണാണ്. അപ്പോൾ ലെമണിൻ്റെയും ആ ഒരു സ്ട്രോബെറിയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ സോഡയുടെ സെയിം ടേസ്റ്റാണ് വിത്ത് സ്ട്രോബെറി ഫ്ലേവർ. ഒരു നല്ലൊരു ഡ്രിങ്ക്സ് കുടിക്കുന്ന ഒരു ഫീലാണ് നമുക്കിത് എന്താ പറയുക കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്, നമ്മൾ മടുപ്പിക്കുന്ന തരത്തിലുള്ള ടേസ്റ്റൊന്നും അല്ല. പർച്ചേസ് ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ എൻ്റെ കോഡും കൂടെ, അതായത് കൂപ്പൺ കോഡും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോഡും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യം മിസ് ചെയ്യേണ്ട. കൂപ്പൺ കോഡും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.